അച്ഛാ കഴിക്കാം. വിക്രം വാ വന്നിരിക്കേ. കമല മാഷ് കഴിച്ചോ, ഞാൻ വിളമ്പിക്കോളാം. അമ്മ ഇരുന്നോളമ്മേ. എന്നാ നിങ്ങളും ഇരുന്നോ. സാരമില്ലമ്മേ, ഞങ്ങൾ പിന്നെ ഇരുന്നോളാം. സാധാരണ വീട്ടിലെ മക്കൾ മാറി മരുമക്കളെ ഇരുത്തേണ്ടതാ. നന്ദിനി ഇരിക്കുന്നോ? ഞാൻ മാറി തരാം. വേണ്ട, ഇന്ന് തൽക്കാലം നീ തന്നെ അവിടെ ഇരിക്കെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാം. എല്ലാവരുടെയും മറുപടികൾ സത്യസന്ധമായിരിക്കണം. ഭക്ഷണം കഴിഞ്ഞിട്ട് പോരെ മാഷേ. മതിയായിരുന്നു, പക്ഷേ ഇപ്പോഴാണല്ലോ ഒന്ന് സ്വസ്ഥമായി എല്ലാവരെയും നേരിൽ സംസാരിക്കാൻ കിട്ടുക. അതച്ഛൻ വിളിക്കാത്തോണ്ടാ. ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ റെഡിയാണ്. അത്രയും അനുസരണയും അച്ചടക്കവും പിതൃസ്നേഹമുള്ള മക്കളാണെന്നതിൽ സന്തോഷം. അതുകൊണ്ടാണല്ലോ ചില കാര്യങ്ങൾ അറിയാൻ ഞാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നത്. വേദയുടെ പ്രവൃത്തിയിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? അത് അറിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. വിശ്വ, നീയല്ലേ മൂത്ത മകൻ, നീ പറ. അതിപ്പോ പോകരുതെന്ന് നമ്മളെല്ലാരും പറഞ്ഞാണല്ലോ അച്ഛാ. അതല്ല ചോദ്യം, അവള് ചെയ്തത് ശരിയാണോ അല്ലേ എന്നുള്ളതാ. അതിപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേദിയെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നമുക്കറിയത്തില്ല. വിക്രമിന് ശ്രീനിവാസനോടുള്ള ബന്ധമല്ലേ വേദ കാരണമായിട്ട് പറയുന്നത്? ശ്രീജയ്ക്ക് എന്താ പറയാനുള്ളത്? അത് അച്ഛാ, വേദ ഈ വീട്ടിൽ കഴിഞ്ഞ ഒരു വർഷവും വിക്രമിന് ശ്രീനിവാസനായിട്ട് ബന്ധം ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടൊന്നും വേദ പോയിട്ടില്ലല്ലോ. അപ്പൊ വേദ തിരിച്ചു വരും തന്നെയാ എനിക്ക് തോന്നുന്നത്. അത് ശ്രീജിച്ചിന്റെ ഒരു സ്വപ്നം മാത്രം. എന്താ അങ്ങനെ തോന്നാൻ കാരണം? എല്ലാവരും വിചാരിക്കുന്ന പോലെ വേദയ്ക്ക് ഈ വീടിനോട് അത്ര സ്നേഹം ഉണ്ടായിരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നന്ദിനി, കമല മിണ്ടാതിരിക്കെ, നന്ദിനി പറയട്ടെ. ഉണ്ടായിരുന്നെങ്കിൽ അവളിങ്ങനെ ഇറങ്ങി പോത്തില്ലായിരുന്നു. അതവിടെ നിൽക്കട്ടെ. വേദ പോയതിൽ നന്ദിനിക്ക് സന്തോഷമുണ്ടോ ഇല്ലേ? പറ നന്ദിനി, നിനക്കതിൽ സന്തോഷമാണോ അതോ വിഷമമുണ്ടോ? സത്യം പറയാലോ അച്ഛാ, എനിക്ക് വിഷമമൊന്നുമില്ല. സന്തോഷമുണ്ടോ? എന്തിനു ഒളിച്ചു വെക്കുന്നത്? കുറച്ചൊക്കെ ഉണ്ട്. വളരെ നല്ലത് നന്ദിനി. നിനക്ക് തുറന്നു പറയാൻ തോന്നിയില്ല. വേദ ഇവിടെയുള്ള കാലത്ത് നീ നിന്റെ കഴിവിന്റെ പരമാവധി അവളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ പറയുന്നത് ശരിയാ. അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവളെ ഇത്തിരി കുത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കതിന് എന്റേതായ കാരണങ്ങളുണ്ട്. അമ്മ പറയട്ടെ, വേദ വരുന്നതിന് മുമ്പും പിമ്പും അമ്മയ്ക്ക് എന്നോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വന്നിട്ടില്ലേ? എനിക്കോ? എന്താ സംശയം? ഞാൻ ശരിക്കും ഇവിടുത്തെ രണ്ടാം തരം ആളായി മാറി. എനിക്കും ശ്രീജേച്ചിയും കിട്ടിയതിനേക്കാൾ പരിഗണന അമ്മ അവൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആണോ ശ്രീജെ? എനിക്കങ്ങനെ തോന്നിയില്ലമ്മേ. ശ്രീജേച്ചി അങ്ങനെ പറയും. സ്വന്തം തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാലും ഉള്ളങ്കാലൊന്ന് നനയാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും. എനിക്ക് എങ്ങനെ പറയാനെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങൾ എല്ലാവരും ഒരുപോലെയാ. പിന്നെ വേദയുടെ കാര്യത്തില് അവളെല്ലാം വിട്ടെറിഞ്ഞു പോന്നവളല്ലേ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു എന്ന് മാത്രം. അപ്പൊ ഞങ്ങളും അങ്ങനെയല്ലേ? ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എത്ര തവണ എന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഈ ശ്രീജേച്ചി എത്ര തവണ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. മതി മതി, ഇനി അതിന്റെ പേരിൽ തർക്കിക്കണ്ട. എനിക്ക് നന്ദിനി പറഞ്ഞത് മനസ്സിലായി. എങ്ങനെയോ നന്ദിനിയുടെ മനസ്സിൽ മറ്റുള്ളവർക്ക് വേദയോടാണ് കൂടുതൽ അടുപ്പം എന്നൊരു കോംപ്ലക്സ് കിടപ്പുണ്ട്. അതുകൊണ്ടുള്ള പ്രശ്നമാണ് നന്ദിനിക്ക് തോന്നിയത് അല്ലെ? അല്ലാതെ വേദയോടുള്ള വൈരാഗ്യോ വേദ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള ആഗ്രഹമോ അല്ല. അല്ല അച്ഛാ. എങ്കിൽ എന്തിനാണ് വേദയുടെ വീട്ടുകാരുമായി ചേർന്ന് പലതവണ അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ നന്ദിനി ശ്രമിച്ചത്? വേദയുടെ സഹോദരനും അയാളുടെ ഭാര്യയുമായി പലതവണ നന്ദിനിയും വിനായകനും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലേ? വേദയുടെ ഏടത്തിയുടെ അച്ഛന്റെ കുറിക്കമ്പനിയിൽ വിസിനെ ചേർത്ത് അത് വിസിനെതിരെയുള്ള തെളിവായി കോടതിയിൽ സമർപ്പിച്ചത് നന്ദിനിയുടെയും വിനായകന്റെ ഏർവോടെയല്ലേ? സ്വന്തം കുടുംബത്തെ അടക്കം ഒറ്റ കൊടുത്ത് പണം വാങ്ങി ജീവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? കഴിഞ്ഞില്ല കമല, നീ അറിയാനിരിക്കുന്നതേ ഉള്ളൂ കാര്യങ്ങൾ. ശുചീന്ദ്രത്ത് വെച്ച് ആശുപത്രിയിൽ നിന്ന് ഞാൻ നേരെ ഇറങ്ങി വന്നത് നിങ്ങൾ താമസിക്കുന്ന ലോഡ്ജിലേക്കാണ്. 2 കാര്യങ്ങളായിരുന്നു ലക്ഷ്യം. ഒന്ന്, വിക്രമനെ കൂട്ടി രാവിലെ ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും പാപ പരിഹാര കർമ്മം ചെയ്യണം. അടുത്തത്, ഇവനെ ഇവളെയും അവിടെ വെച്ച് തന്നെ ആട്ടി ഇറക്കണം. അന്ന് രാത്രി നിങ്ങൾ എന്റെ കൂടെ നിൽക്കാൻ ഇവനെ ഏൽപ്പിച്ചിട്ട് പോയില്ലേ? അന്ന് ഇവൻ എന്റെ കൂടെ ആയിരുന്നു എന്ന് ചോദിച്ചു നോക്ക്. രാത്രി തന്നെ ആട്ടി ഇറക്കിയതാ ഞാൻ ഇവനെ. അന്ന് എനിക്ക് അങ്ങനെ ഒരു അപകടം പറ്റി. ബോധമില്ലാതെ കിടന്നതിന് പിന്നിലും ശിവൻ തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അച്ഛാ, മിണ്ടിപ്പോകരുത്. ഇത്രയും കാലം ഈ കുടുംബത്തിൽ ഞാനും വിക്രമനെ ജീവിച്ചത് പരസ്പരം അപരിചിതരായ 2 പേരെ പോലെയായിരുന്നു. അതിന് കാരണക്കാരൻ ഇവൻ ഒറ്റ ഒരുത്തനാ. നിനക്കറിയോ കമലെ? ആരുടെയോ ആക്രമണത്തിൽപ്പെട്ട് ബോധമില്ലാതെ 2-3 ദിവസം ഞാൻ കിടന്നപ്പോ മറന്നുപോയ ദിവസങ്ങളോടൊപ്പം വിക്രം എന്നോട് പറഞ്ഞ കാര്യങ്ങളും മറന്നു എന്ന് കരുതി. അല്ലടാ നായെ, ഈ ദിവസങ്ങളിൽ ഞാൻ നിന്നെ നിരീക്ഷിക്കായിരുന്നു. കുറ്റബോധത്തിന്റെ നേരിയ കണികയിൽ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ എന്റെ അടുക്കൽ വരുമെന്ന് ഞാൻ കരുതി. പക്ഷേ നിന്റെ ഉള്ളിൽ അതില്ല. ആരെ ഏത് സമയത്തും വഞ്ചിക്കാൻ കഴിയുന്നവനാ നീ. എന്താ മാഷ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്ന് എന്റെ റിട്ടയർമെന്റ് ദിവസം ആരുടെ കയ്യിൽ നിന്നോ പണം വാങ്ങി അതെന്റെ ബാഗിൽ വെച്ചത് വിക്രമായിരുന്നില്ല, ഇവനായിരുന്നു. ഞാൻ ജയിലിൽ പോകാനിരിക്കാൻ വിക്രം അത് ഏറ്റെടുത്തതാ. പുറത്തിറങ്ങിയാലും അത് ആരോടും പറഞ്ഞു പോകരുതെന്ന് ഇവൻ ജയിലിൽ ചെന്ന് ചട്ടം കാട്ടി. അതിനനുസരിച്ച വിക്രം ആരോടും പറയാതെ സ്വയം ഒരു കുറ്റവാളിയായി ജീവിച്ചത്. അത് ആദ്യം കണ്ടുപിടിച്ചത് വേദയാ. അതും വേദയോട് പുറത്തു പറയരുതെന്നും പറഞ്ഞു. അപ്പോഴും വിക്രം അവനെ സംരക്ഷിക്കായിരുന്നു. ഇതിലും കാലം നിനക്ക് പോയി ചത്തുകൂടാ. ശരിയാ, വിക്രം ശ്രീനിവാസന്റെ കൂട്ടത്തിൽ പെട്ടുപോയതാ. പക്ഷേ അതിലേക്ക് കൊണ്ട് എത്തിച്ചതിന്റെ മൂല കാരണം നീയായിട്ട് വിക്രമിനെ പരമാവധി ഉപദ്രവിച്ചു. നിന്റെ ഭാര്യയായിട്ട് വേദയായി. മതി, ഇനി ഈ വീട്ടിൽ നിങ്ങൾ കഴിഞ്ഞത് മതി. എഴുന്നേൽക്കടാ. നിന്റെ മുഖമടച്ച് എനിക്കൊന്നും തരാൻ കഴിയാതെയല്ല. പക്ഷേ എന്റെ കൈ ഞാൻ ആയിരിക്കുന്നില്ല. മരുമക്കളെ ഞാൻ ഭക്ഷണം കഴിക്കുന്നെന്ന് മാറ്റി നിർത്തി എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മറ്റൊരു വീട്ടിൽ നിന്നും വന്നു കയറിയ പെൺകുട്ടി ഇറക്കി വിടുമ്പോ അത് അന്നത്തിന്റെ മുന്നിൽ നിന്ന് അവരെന്ന് വിചാരിച്ചിട്ടാ. രണ്ടിനോട് വാ, ഇറങ്ങി പോകാനാ പറഞ്ഞത്. രണ്ടിനോട് വാ, ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഈ രാത്രി തന്നെ കഴുത്തിനെ പിടിച്ച് തള്ളാഞ്ഞത് ഭാഗ്യം. ഇതിപ്പോ രാവിലെ വരെയെങ്കിലും സമയമുണ്ടല്ലോ. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാട്ടെ? ഞാൻ എന്താ പറയാനാ? എല്ലാം വെറുതെ വെച്ചിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുവാ. ഞാൻ മാത്രമാണോ എല്ലാം വരുത്തി വെച്ചത്? നീ ഒന്നും ചെയ്തില്ലേ? ഞാനെന്ത് ചെയ്തെന്നാ? നീ ആ വേദക്കേ വന്ന അന്ന് മുതൽ നീ സൗകര്യം കൊടുത്തിട്ടുണ്ടോ? അത് മുഴുവൻ അച്ഛന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടല്ലല്ലോ അച്ഛൻ ഇറങ്ങി പോകാൻ പറഞ്ഞത്. നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ലേ? നിങ്ങൾ എന്നിൽ നിന്ന് പോലും മറച്ചു വെച്ച് അന്ന് സുചീന്ദ്രത്തെ വെച്ചല്ലേ നിങ്ങൾ
പറഞ്ഞത്. അതുവരെ നിങ്ങൾ അത് ഒളിപ്പിക്കുകയല്ലേ ചെയ്തിരുന്നത്. നിന്നോട് മനഃപൂർവ്വം പറയാത്തതാ. പറഞ്ഞിരുന്നെങ്കിൽ ഇതിന് മുമ്പേ ഇവിടെ ഇറങ്ങേണ്ടി വരുമായിരുന്നു. എന്നിട്ടിപ്പോ ഇപ്പൊ ഇറങ്ങേണ്ടി വരുന്നത് ഞാൻ കാരണമല്ലല്ലോ. ഒരു പരിധി വരെ നീ ഒരു കാരണം തന്നെയാ. നമ്മളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിയിരിക്കാതെ നാളെ എന്ത് ചെയ്യുന്നു പറ. നാളെ പുറത്തേക്ക് ഇറങ്ങിയ അപ്പൊ തന്നെ ഒരു വീട് കിട്ടാനൊന്നും പോകുന്നില്ല. അച്ഛനോട് മടങ്ങിയിട്ട് ഈ നാട്ടിൽ വാടകയ്ക്ക് താമസിക്കാനും പറ്റില്ല. ആളുകൾ ചോദിക്കും. നമ്മൾ എന്തായാലും മറുപടി പറയേണ്ടി വരും. എന്തായാലും നുണ പറയാന്ന് വെച്ചാൽ അച്ഛന്റെ സ്വഭാവം വെച്ച് അതറിഞ്ഞാൽ സത്യം വെളിയിൽ വരും. നമ്മൾ നാട്ടിൽ നിന്നാറും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഹോട്ടലിൽ താമസിക്കൂ. അത് എത്ര നാള്? നമുക്കേ നിന്റെ വീട്ടിലോട്ട് പോയാലോ? പിന്നെ അതും പറഞ്ഞ് അങ്ങോട്ട് ചെല്ല്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് അങ്ങോട്ട് ചെന്നതെന്ന് അറിഞ്ഞാലേ അമ്മ ചൂലും കെട്ടെടുക്കും. നിങ്ങളെക്കാൾ മതിപ്പുണ്ട് നിങ്ങളുടെ അച്ഛനും എന്റെ വീട്ടില്. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറ. എല്ലാം വരുത്തിച്ച നിങ്ങളല്ലേ. നിങ്ങൾ എന്റെ സമാധാനവും കാണണം. അത് ശരി. എല്ലാത്തിനും കൂടെ നിന്നിട്ട് അവസാനം ഞാൻ ഒറ്റയ്ക്കല്ലേ? അത് പറയരുത്. വേദയെ ഇവിടെ നിന്ന് തുരത്താൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളത് നേരാ. അതിപ്പോ അത് വലിയ തെറ്റൊന്നുമല്ല. പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളുടെ ഉള്ളിലും ഇത്തിരി കുശുമ്പും പോരും ഒക്കെയുണ്ട്. അത് പെണ്ണുങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അതെ, സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളെ പറ്റി പറയുമ്പോ അത് സ്വയം വിലയിരുത്തല. പക്ഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാ അത് ഞങ്ങൾ പെണ്ണുങ്ങളെ സമ്മതിച്ചേർത്തില്ല. അതെ, സ്ത്രീവിരുദ്ധതയാ. തെരുവിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തും നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. എനിക്ക് അത്ഭുതം തോന്നുന്നു നന്ദിനി. അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഈ ലോകത്തുള്ള സകല കുഴപ്പവും നിങ്ങൾ ആണുങ്ങൾ ഉണ്ടാക്കി വെക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രായോഗിക ബുദ്ധിയുടെ കാര്യത്തിൽ വട്ട പൂജു. എന്നാ ബുദ്ധിമതിയായ എന്റെ ഭാര്യയെ നീ ഒരു പരിഹാരം പറ. ഇതിനെന്ത് പരിഹാരം? കാല് പിടിക്കുക, അത്ര തന്നെ. ബെസ്റ്റ്. അച്ഛന്റെ കാല് പിടിക്കാൻ അങ്ങോട്ട് ചെന്നാ മതി. എടുത്ത് നിലത്തടിച്ചു കളയും. ഒരടിയൊക്കെ കൊള്ളാൻ അങ്ങോട്ട് തയ്യാറാവണം. നീ നടക്കുന്ന കാര്യമല്ലേ പറയും. വേണ്ട വിധത്തിൽ കാല് പിടിച്ചാൽ നടക്കും. അതെനിക്ക് മനസ്സിലായത് അച്ഛന്റെ തന്നെ ഒരു വാചകത്തിൽ നിന്നാ. ഏത് വാചകത്തിൽ നിന്ന്? അച്ഛൻ ഈ വീട്ടിലെത്തിയിട്ടും 2-3 ദിവസം വെയിറ്റ് ചെയ്തത് എന്തിനാണെന്നാ പറഞ്ഞേ? നിങ്ങളായിട്ട് ചെന്ന് കാല് പിടിക്കുമെന്ന് കരുതിയിട്ടാണെന്ന്. അപ്പോ കുറ്റബോധം കൊണ്ട് നിങ്ങൾ കാല് പിടിച്ച അച്ഛൻ അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അല്ലെ? ആ ഒരു സാധ്യത ഒരു തവണ ഒന്ന് ശ്രമിച്ചു നോക്കണം. പക്ഷേ അത് വൈകിപ്പോയെന്നല്ലേ അച്ഛൻ പറഞ്ഞതിന്റെ സാരം. ഇനി അതിനെ സമ്മതിക്കൂ? അത് ഇനി നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അതിലും വഴിപെടുന്നില്ലെങ്കിൽ മറ്റു വഴികൾ നോക്കണം. എന്ത് വഴി? ഭാഗം ചോദിക്കണം. ഇനിയിപ്പോ അതും സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരു ആത്മഹത്യ ഭീഷണി അങ്ങ് ഇറക്കണം. ഇത്തിരി വീര്യം കുറഞ്ഞ വിഷം വല്ലതും വാങ്ങിക്കഴിച്ച് നിങ്ങൾ 1-2 ദിവസം ആശുപത്രി കിടക്ക്. എത്ര പൊട്ടയായാലും പെറ്റ തള്ളയ്ക്ക് മക്കൾ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറഞ്ഞാ അത് സഹിക്കാൻ പറ്റത്തില്ല. വിഷം കഴിക്കാനോ? ഞാനോ? നിങ്ങളല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്? അപ്പൊ നീയോ? അച്ഛനെ മയക്കുമരുന്ന് കൊടുത്ത് കൊടുക്കാൻ നോക്കിയതിന് ഞാനെന്തിനാ മനുഷ്യ വിഷം കഴിക്കുന്നത്? ഇത്തിരി ഡൈല്യൂട്ട് ആക്കി അങ്ങ് കഴിച്ചാൽ മതി. ബാക്കി ഡ്രാമയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാ ഇവിടുന്ന് ഇറങ്ങാൻ തയ്യാറായിക്കോ. ജീവിത അവസാനം വരെ നമ്മൾ എന്തായാലും ഇവിടെ കഴിയാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. പക്ഷെ പല പല കാര്യങ്ങളിലായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക കാശ് മുഴുവനും. നമ്മൾ എന്ത് ചെയ്യും ജീവിക്കാൻ വേണ്ടി? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ പറയുന്നത്. എന്നാലാവുന്നത് പോലെ ഞാനും ശ്രമിക്കാം. കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ഇത്തിരി നാണം കെട്ടാലും കുഴപ്പമൊന്നുമില്ല. നാട്ടുകാരുടെ മുമ്പിലൊന്നും അല്ലല്ലോ, സ്വന്തം തന്നയുടെ തലയുടെ മുന്നിലല്ലേ. നമ്മൾ നാളെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നു. നിങ്ങൾ ധൈര്യമായി ഞാൻ പറയുന്നില്ലെന്ന് ചെയ്യേ. പക്ഷെ അറ്റ കൈക്ക് വിഷം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചാവാതെ ഞാൻ നോക്കിക്കോളാം. പോരെ, ധൈര്യമായിട്ട് ഇരിക്കേ. നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ. ഇരിക്കട. അന്നത്തെ സംഭവം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം നീ ഈ ചായ്പ് നിന്റെ മുറിയായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഏത് പാതിരായ്ക്ക് ഇറങ്ങിപ്പോവാനും കയറി വരാനും പറ്റിയൊരു ഇടമാണല്ലോ എന്നായിരുന്നു എന്റെ വിചാരം. സത്യത്തിൽ വീട്ടിനകത്ത് കിടന്ന ഉറക്കം വരില്ലെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ അച്ഛനെ പരമാവധി ഒഴിവാക്കാനുള്ളൊരു വഴി ഇതായിരുന്നു നന്ന് തോന്നി. യഥാർത്ഥ കുറ്റവാളി എല്ലാവരുടെ ഇടയിൽ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുമ്പോഴാ നീ. അന്നത്തെ സാഹചര്യത്തിൽ വിനയേട്ടൻ അങ്ങനെ ആയിപ്പോയെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എന്ത് സാഹചര്യം? കൂടപ്പറപ്പിനെ ഒറ്റ കൊടുത്ത് ജയിലിൽ കയറ്റുന്നതാണോ സാഹചര്യം? പോലീസ് വന്ന് പിടികൂടുമെന്ന് വിനയേട്ടനെ വിചാരിച്ചിട്ടുണ്ടാവില്ല. നീ ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യണം. നിന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല, ഈ വീടിന് കൂടെ അവിടെ വേണ്ടത്. നാളെ ഒരുമിച്ച് പോവാം. പെട്ടെന്നൊരു വീടൊക്കെ സംഘടിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ. വിനയേട്ടനെ എവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. വല്ല പീഡികത്തിന്റെയിലും കിടക്കാം.